എന്നോട് പലപ്പോഴും ജ്യോത്സ്യന്മാർ പറയും, ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കാലത്താണ് ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പിന്നെ ജാതകം നോക്കിയിട്ടൊന്നും കാര്യമില്ല, അത് തലയിലെഴുത്ത് പോലെ പോകും. ഏത് അലപരാതിയാണ് കാലുവാരെന്നറിയാൻ നോക്കില്ല. നമ്മൾ തിരുപ്പതി പോയിട്ടുള്ളവർക്കറിയാം. ഈ വർത്തമാനമൊക്കെ പറയുന്നെങ്കിലും തിരുപ്പതി പോയാൽ സൗജന്യമായി തൊഴണമെങ്കിൽ 24 മണിക്കൂർ ക്യൂവിൽ നിൽക്കണം. കാശ് 5000 രൂപ കൊടുത്താൽ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ഭഗവാനെ കാണാം. 3-4 മണിക്കൂറിനുള്ളിൽ. പക്ഷേ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്, കാരണം നമ്മൾ 5000 രൂപ കൊടുത്തിരിക്കുകയാണല്ലോ. 1000 രൂപ കൊടുത്താൽ ഒരു 6-7 മണിക്കൂറിനുള്ളിൽ ഭഗവാനെ കാണാം. കാശുള്ളതനുസരിച്ചാണ്. ശബരിമലയിൽ അങ്ങനെ കാശ് കൊടുത്തിട്ട് ആളെ കാണിക്കുന്നില്ല. കേരളത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കാശ് കൊടുത്തിട്ട് ആളെ കാണും. കാശ് കൊടുക്കുന്ന ഗുരുവായൂർ അമ്പലത്തിൽ കാശ് കൊടുത്തിട്ടാണ് ആളെ കയറ്റുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അവിടെ വരുമ്പോൾ സൗജന്യമായി നമ്മൾ ഭഗവാനെ തൊടുന്നതിന് തന്നെ കാണാൻ പോലും ടിക്കറ്റ്, ദൈവത്തിനെ കാണാൻ ടിക്കറ്റ്, ആ ടിക്കറ്റുള്ള സ്ഥലവും ടിക്കറ്റ് ഇല്ലാത്ത ആർക്കും പ്രവേശിക്കാവുന്ന സ്ഥലവും, ഹിന്ദുക്കളെന്നല്ല മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രവേശിക്കാൻ കഴിയുന്ന ശബരിമലയിലുള്ള ഒരു സ്ഥലത്ത് പിന്നെ തിരുപ്പതി പോലെ ആക്കണം എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് ടിക്കറ്റ് വെച്ചാൽ മതി. 5000 രൂപ വരുന്നതിന് ആദ്യം കയറാം. അങ്ങനെ വെക്കാൻ സമ്മതിക്കുമോ കേരളത്തിൽ? അങ്ങനെ തൊഴണോ? ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്കാ. കാശ് കൊടുത്ത് ദൈവത്തിന് കൈക്കൂലി കൊടുക്കാന്നാരും വിചാരിക്കരുത്. ഈ അന്ധവിശ്വാസങ്ങളാണ് ഇതൊക്കെ. ജ്യോത്സ്യനെ കണ്ട് ജ്യോത്സ്യം പറയുന്ന കണക്ക് ജീവിക്കുക അന്ധവിശ്വാസമാണ്. അങ്ങനെ ഒന്നും ജീവിക്കരുത്. നിങ്ങൾക്ക് അടുത്ത എന്നോട് ഞാൻ ജ്യോത്സ്യന്മാരെ കാണുന്നത് കേട്ടോ, എൻ്റെ അനുഭവം ഭയങ്കര കോമഡിയാണ്. എന്നോട് പലപ്പോഴും ജ്യോത്സ്യന്മാർ പറയും, ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കാലത്താണ് ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പിന്നെ ജാതകം നോക്കിയിട്ടൊന്നും കാര്യമില്ല, അത് തലയിലെഴുത്ത് പോലെ പോകും. ഏത് അലപരാതിയാണ് കാലുവാരെന്നറിയാൻ നോക്കില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ജ്യോത്സ്യന്മാരെ കാണും. പണമൊക്കെ കിട്ടുമോ, നല്ല തിരക്കൊക്കെ ആവുമെന്ന് അറിയാൻ വേണ്ടി, സൂപ്പർ സ്റ്റാർ ആവുമെന്ന് അറിയാനാണ് നോക്കുന്നത്. അപ്പം പറയും ഇത് അടുത്ത നവംബർ 13 വരെ അല്പം മോശ സമയം, 13 കഴിഞ്ഞാൽ പിന്നെ നല്ല ഗംഭീരമാണെന്ന് പറയും. നമ്മളിതങ്ങ് മറന്നു. നമ്മൾ ഈ 13 കാത്തിരിക്കും. ജ്യോത്സ്യം മറന്നു. പിന്നെയും ജ്യോത്സ്യനെ കാണാൻ പോകും. നവംബർ 13 കഴിഞ്ഞ് ഡിസംബർ ആയപ്പോൾ ചെന്നു. അപ്പം ജ്യോത്സ്യം പറഞ്ഞു, ഈ വരുന്ന സെപ്റ്റംബർ അടുത്ത് 26-ാം തീയതി ഗ്രഹങ്ങളുടെ മൊത്തത്തിൽ ഒരു ചേഞ്ച് ഉണ്ട്, അതിൽ ഈ നക്ഷത്രക്കാർക്ക് നല്ലൊരു സംഭവം വരും. അപ്പോൾ ഈ ഒരു കൊല്ലം നമ്മൾ കാത്തിരുന്ന് പോയി. ഇപ്പം കിട്ടുമെന്നും പറഞ്ഞിട്ട് നവംബർ കഴിഞ്ഞപ്പോൾ അടുത്ത സെപ്റ്റംബറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതല്ലേ എല്ലായിടത്തും നടന്നുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ പോയി ഇരിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വരുമ്പോലെയൊക്കെ വരും, നല്ലതും ചീത്തയൊക്കെ അതിൻ്റെ പരുവം പോലെ വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്കിതിനെയൊക്കെ നേരിടാനുള്ള കരുത്ത് ഒരു ദൈവവിശ്വാസിയുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഏത് പ്രതിസന്ധിയിൽ നിങ്ങൾ ചാടിയാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ലോകത്തെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പരമാത്മാവാവുന്ന ഏറ്റവും വലിയ ശക്തിക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന ജീവാത്മാവാവുന്ന പരമാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ജീവാത്മാവായി അത്രയും ശക്തിയുള്ളൊരു സാധനം ഉള്ളിൽ വെച്ചിട്ട് അവിടെ ഇവിടെ അലഞ്ഞു നടക്കാതെ സ്വന്തം ആത്മവിശ്വാസം, ഞാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന വിശ്വാസം നിങ്ങളിലും നിങ്ങളുടെ മക്കളിലും പകർന്നെടുക്കണം. നമ്മുടെ ആത്മീയ ക്ലാസ് നടത്താനാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി, മുൻ ജനറൽ സെക്രട്ടറി ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ആത്മീയ ക്ലാസ് എന്ന് പറയുന്നത് ആത്മീയമായ ആത്മാവിൻ്റെ അറിവാണ് വേണ്ടത്. ആത്മാവിനാണ് എൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ മഹത്വം, ജീവാത്മാവിൻ്റെ മഹത്വം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പരമാത്മാവിന് തുല്യമായ അതിൻ്റെ അംശമായ എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവാത്മാവിൻ്റെ ശക്തി എന്ത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ഞാൻ എവിടെയും ഭയന്ന് പുറകോട്ട് പോവില്ല. ഭയം മനുഷ്യനാപോട്ടെ. മന്നത്തെ ആചാര്യൻ സ്വന്തം തൊഴിൽ അധ്യാപകൻ്റെ പണി ഉപേക്ഷിച്ചു, വർക്കുണ്ട്, നല്ല കേസുണ്ടായിരുന്ന വക്കീൽ പണി ഉപേക്ഷിച്ചു. എന്താ? ആത്മവിശ്വാസം. എൻ്റെ ഉള്ളിലെ ആത്മാവിന് നായരെ സംഘടിപ്പിക്കാനും നായരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും മഹാപ്രസ്ഥാനങ്ങൾ പടുത്തു തീർക്കാനും എനിക്ക് കഴിയും എന്ന അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. അന്നത്തെ ആചാര്യൻ്റെ ആത്മകഥ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പറയാനുള്ളത് തുറന്നു പറയും, സത്യം വിളിച്ചു പറയും, ആരെയും ഭയന്നില്ല എന്ന് വെച്ച് മന്നത്തെ ആചാര്യൻ. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഈ ഓരോ ദിവസവും ഇന്നിപ്പോൾ നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത്, ഈ സമ്മേളനം കഴിയുമ്പോൾ നാളെ ആചാര്യൻ്റെ, ഞാൻ വളരെ അത്ഭുതപ്പെടുകയാണ്, ലോകമെമ്പാടും മന്നത്ത് ആചാര്യൻ്റെ മഹത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ചെല്ലുമ്പോൾ വീട്ടിലെ പൂജാമുറിക്കുള്ളിൽ പല വീടുകളിലും മന്നത്ത് ആചാര്യൻ്റെ ചിത്രം വെച്ചിരിക്കുന്നു എന്ന അത്ഭുതമാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസക്തിയും അദ്ദേഹത്തിൻ്റെ ആ മഹത്വവും അനുദിനം വർദ്ധിച്ചു വരുന്നുവെന്ന് ഓരോ സമുദായങ്ങളും മനസ്സിലാക്കണം. അതൊരു അഭിമാനകരമാണ്. കാരണം ഒരു യോജിപ്പ്, സംഘടനാശേഷി അത് വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. പലരും പറയും വിദേശ രാജ്യങ്ങളിൽ NSSന് എന്താ ജനറൽ സെക്രട്ടറി തടയുന്ന, ഞങ്ങളെയും കൂടെ ചേർത്തുകൂടി. ഇതിൻ്റെ ഭരണഘടന അനുസരിച്ച് കേരള സംസ്ഥാനം ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന കേരള പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള കേരള സംസ്ഥാനത്തിനുള്ളിൽ മാത്രമേ നായർ സർവീസ് സൊസൈറ്റിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ നാഗർകോവിൽ പ്രവർത്തിക്കുക. അതിപ്പോൾ നാഗർകോവിൽ, തക്കല, നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളാണ്. തക്കല, അതുപോലെ പിന്നെ തിക്കുറിശി, ഈ സ്ഥലങ്ങളെല്ലാം ഏറ്റവും വലിയ നായർ തറവാടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്നും ഉണ്ടത് അവിടെ. തൃപ്രയാർ, ഇവിടെ എല്ലാം. പക്ഷേ എല്ലാം തമിഴ്നാട്ടിലായി പോയപ്പോൾ അവരെല്ലാം, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ പോലും നമുക്ക് കൈവയ്ക്കാൻ പറ്റാതെയായി.
കാരണം ഭരണഘടന അനുസൃതമായി നമുക്കത് പറ്റത്തില്ല. ഈ ഒരു ഇപ്പോൾ ചേർത്തല താലൂക്ക് യൂണിയന്, കുട്ടനാട് താലൂക്ക് യൂണിയന് പോയി ഒരു സ്ഥലം വാങ്ങിക്കാനൊക്കത്തില്ല. അച്ഛൻ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. പത്തനാപുരം താലൂക്ക് യൂണിയനിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അവിടെ ഒരു 100 ഏക്കർ സ്ഥലം കൊട്ടാരക്കര താലൂക്ക് യൂണിയനിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതിങ്ങനെ വളച്ച് അതും കൂടി NSSന് വാങ്ങിക്കാൻ വേണ്ടി അച്ഛൻ പരിപാടി ഇട്ട് നടന്നു. പക്ഷെ നടന്നില്ല. കാരണം ഇതിൻ്റെ ഭരണഘടന അനുസരിച്ച് പത്തനാപുരം താലൂക്ക് യൂണിയന്, പത്തനാപുരം നിയമമണ്ഡലമാണ് വെട്ടിക്കവര എന്ന് പറയുന്നത്. അത് പക്ഷേ കൊട്ടാരക്കര താലൂക്ക് യൂണിയനാണ്, അവിടെ പോയി സ്ഥലം വാങ്ങിക്കാൻ വകുപ്പില്ല.